ഹായ് എവരിവൺ. ലെസൺ പ്ലാൻ എങ്ങനെ എഴുതുന്നത് എന്നുള്ള വീഡിയോസ് ഞാൻ ഇതിനു മുമ്പും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ കമൻ്റായിട്ട് വന്നിട്ടുണ്ട് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ലെസൺ പ്ലാനുകൾ എങ്ങനെയാണ് എഴുതുന്നത്, അതായത് ഒരു ആർട്ടിൻ്റെ ടീച്ചർ അല്ലെങ്കിൽ ക്രാഫ്റ്റിൻ്റെ ടീച്ചേഴ്സ് എങ്ങനെയായിരിക്കും ലെസൺ പ്ലാൻ എഴുതുന്നതെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. ഇന്നപ്പോൾ ഞാൻ വിചാരിച്ചു എങ്ങനെയാണ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ടീച്ചേഴ്സ് ലെസൺ പ്ലാൻ എഴുതുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താമെന്നാണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സാധാരണ നമ്മുടെ ലെസൺ പ്ലാനിന് 3 ഭാഗങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നിരിക്കുന്നത് നമ്മുടെ ബേസിക്, നമ്മുടെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മൾ ഏത് ക്ലാസ്സിലാണ്, ഏത് സബ്ജക്റ്റാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഏതാണ് ഡേറ്റ് ആണ് എഴുതേണ്ടത്. ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ് നമ്മൾ എഴുതുക. ഇന്ന് 24th May 2024. ദെൻ ഡേയ്സ് വരുന്നിടത്ത് നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക് എത്ര ദിവസം കൊണ്ടാണ് പഠിപ്പിച്ച് തീർക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒരു 1 വീക്ക് ഇടാം. 24/5/2024 to 28/5/2024 എന്ന് നമുക്ക് കൊടുക്കാം. എൻ്റെ അകത്ത് ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ക്ലാസ്സിലാണോ എടുക്കുന്നത്. അപ്പം നമുക്ക് ക്ലാസ് 1 എഴുതാം. സ്റ്റാൻഡേർഡ് 1. സബ്ജക്റ്റ് ഏത് സബ്ജക്റ്റാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്ന? ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്. യൂണിറ്റ് ഓർ ലെസൺ, എൻ്റെ അകത്ത് നിങ്ങൾ എടുക്കുന്ന യൂണിറ്റ് ഏതാണ് നമുക്കറിയാം. അപ്പം ജസ്റ്റ് നമുക്ക് ഫസ്റ്റ് കളറിങ് കൊടുക്കാം. കളറിങ് മാത്രമായിരിക്കില്ലല്ലോ നമുക്ക് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൽ വരുന്നത്. ത്രെഡ് വർക്ക് വരാം, അങ്ങനെ പല കാര്യങ്ങൾ വരാം. കോട്ടൺ വർക്ക്, പെയിൻറ്റിങ്, ബ്ലോ പെയിൻറ്റിങ്, അങ്ങനെ. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ കൊടുക്കുന്നത് കളറിങ് ആണ്. ദ കണ്ടൻറ് ആൻഡ് ടോപ്പിക്ക്. കണ്ടൻറ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് കൊടുക്കാം കളർ. ഐഡൻറ്റിഫൈ ദ കളർ. കളേഴ്സ് എന്നാണ്. ലേണിംഗ് ഒബ്ജക്റ്റീവ്. ഒരു കുട്ടി കളറിങ്ങിൽ നിന്ന് പഠിക്കുന്നത് എന്താണ്? കളറിങ്ങിൽ നിന്ന് പഠിക്കുന്നത് വിഷ്വലൈസേഷൻ. വിഷ്വലൈസേഷൻ ഓർ വിഷ്വൽ ഡിസ്ക്രിമിനേഷൻ. എന്ന് വെച്ചാൽ എന്താണ്? കുട്ടി ഐഡൻറ്റിഫൈ ദ കളേഴ്സ് ആൻഡ് that match to our surroundings, that match to the surrounding objects. അവർക്കുടെ ചുറ്റുപാടുമായിട്ട് കാണപ്പെടുന്ന ഒബ്ജക്റ്റുമായിട്ട് താരതമ്യപ്പെട്ടിരിക്കുന്ന കളേഴ്സ് ഏതെല്ലാമാണെന്ന് കുട്ടിയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ലേണിംഗ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ. ഇനി ടീച്ചിങ് മെത്തഡോളജി. നിങ്ങൾ കളറിങ്ങിന് വേണ്ടിയിട്ട് എന്ത് മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് കൊടുക്കാം എന്താണ്, ബൈ പിക്ചേഴ്സ് അല്ലേ. നമ്മളെന്താണ് കൊടുക്കുന്നത്? പിക്ചേഴ്സാണ് കൊടുക്കുന്നത്. ടീച്ചിങ് മെത്തഡോളജി ബൈ യൂസിങ് പിക്ചേഴ്സ്, ക്രയോൺസ്, സ്ക്രിബ്ലിംഗ് വർക്കുകളാണ് മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ദെൻ ടീച്ചിങ് എയ്ഡ്സ്. നിങ്ങൾ ഇതിനകത്തായിട്ട് ഉപയോഗിക്കുന്ന ടീച്ചിങ് എയ്ഡ്സ് ക്രയോൺസ്, പെയിൻറ്റ്സ്, പിന്നെ എന്തായിരിക്കും കൊടുക്കുന്നത്? വാട്ടർ കളറിങ്, പിന്നെ വാട്ടർ കളേഴ്സ് യൂസ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ടീച്ചിങ് എയ്ഡ്സ് ആൻഡ് ടെക്നിക്കൽ ടൂൾസിൽ എഴുതേണ്ട. ഇനി ആക്ടിവിറ്റി ഷീറ്റ് ഓർ വർക്ക് ഷീറ്റ്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ആക്ടിവിറ്റി ആണോ കൊടുത്തിരിക്കുന്നത്, ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ നെയിമാണ് എഴുതേണ്ടത്. ഇപ്പോൾ ചിലർക്ക് കളറിങ്ങിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ആപ്പിൾ കളർ ചെയ്യാൻ, ചിലപ്പോൾ ബേർഡ്സ് കളർ ചെയ്യാനായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളത്. ഇനി അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ. എന്തായിരിക്കും കൂട്ടിയിരുന്ന ഐഡൻറ്റിഫൈ ദ കളേഴ്സ്, then mixing colors, primary colors, ഇതൊക്കെ ആയിരിക്കും ഐഡൻറ്റിഫൈ ചെയ്യുന്നത്.
അഡീഷണൽ ലേണിംഗ് ഓർ മൾട്ടിപ്പിൾ അസസ്മെൻറ്റ് ആർട്ട് ഇൻറ്റഗ്രേഷനിൽ വരുന്ന എന്താ, കുട്ടികൾക്ക് ഗ്രോസ് മോട്ടർ ഡെവലപ്മെൻറ്റ് കറക്റ്റ് ആണോ? ഗ്രോസ് മോട്ടർ ഡെവലപ്മെൻറ്റ്, ആസ്തെറ്റിക് ഡെവലപ്മെൻറ്റ്. ആസ്തെറ്റിക് ഡെവലപ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, കുട്ടികളുടെ ഇമാജിനേഷൻ പലർക്കും പല രീതിയിലാണ്. ഇപ്പോൾ നമുക്ക് ഒരു ഫ്ലവർ കൊടുത്തിരുന്നാൽ ഒരു കുട്ടി കളർ ചെയ്യുന്ന പോലെയല്ല മറ്റൊരു കുട്ടി കാണുന്നത്. അതായത് അവർക്കുടെ ഒബ്സർവേഷനും അവർക്ക് ആ ഒരു ഫ്ലവർ എങ്ങനെയായിരിക്കും ഇമാജിനേഷൻ പല കുട്ടികൾക്കും പല രീതിയിലാണ്. അപ്പോൾ അതാണ്, അപ്പോൾ അവർക്കുടെ ആസ്തെറ്റിക് ഡെവലപ്മെൻറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതായിരിക്കും ഇരിക്കുന്നത്. സ്ട്രാറ്റജിക്സ് ഒരു ടാക്ടിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനിഷിംഗ് ആണ് നമ്മൾ നോക്കുന്നത്. ഫിനിഷിങ് അല്ലേ, ഒരു പ്രോപ്പർ വേയിലാണോ അവർ കളർ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രോപ്പർ വേ ഓഫ് കളറിങ് ആണോ എന്ന് നമുക്ക് നോക്കാം. അല്ല തന്നെ ഷെയ്ഡിങ് കറക്റ്റ് ആണോ എന്ന് നോക്കാം. ഷെയ്ഡിങ് ഇതൊക്കെ ആയിരിക്കും നമ്മുടെ സ്ട്രാറ്റജീസ്, നമ്മൾ അതിൻ്റെ അകത്ത് കൊടുക്കുന്ന മാനദണ്ഡങ്ങൾ എന്ന് നമുക്ക് പറയാവുന്നത്. കറക്റ്റായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ടോ, അത് എവിടെയെങ്കിലും ഔട്ട്ലൈന് പുറത്ത് പോയോ, അത് പ്രോപ്പറായിട്ടാണോ ചെയ്തത്, അത് കുത്തി വരയ്ക്കുകയാണോ ചെയ്തത്, ഇതെല്ലാം നമ്മൾ സ്ട്രാറ്റജീസ് ആൻഡ് ടാക്ടിക്സിൽ നിന്നാണ്. ഈ ലേണിംഗ് ഔട്ട്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇതിൻ്റെ അകത്തുനിന്ന് കുട്ടി പഠിക്കുന്നത് എന്താ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കളേഴ്സ്, how to make the secondary colors, then കുട്ടികളുടെ മോട്ടർ ഡെവലപ്മെൻറ്റ്സ് നമുക്കും മനസ്സിലാക്കാൻ സാധിക്കും ലേണിംഗ് ഔട്ട്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ടീച്ചേഴ്സ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിന് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കളറിങ്ങിൻ്റെയാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്കിവിടെ വേറെ ഏത് വർക്കാണോ കൊടുക്കുന്നത് അത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലേണിംഗ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് നമ്മൾ എഴുതാം. അധികവും നമ്മുടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൽ പറഞ്ഞ വിഷ്വൽ ഡിസ്ക്രിമിനേഷനും ഹാൻഡ് ഐ കോർഡിനേഷനുമാണ് വരുന്നത്. ഹാൻഡ് ഐ കോർഡിനേഷനും വിഷ്വൽ ഡിസ്ക്രിമിനേഷനുമാണ് വരുന്നത്. അതുപോലെ തന്നെ ആസ്തെറ്റിക് ഡെവലപ്മെൻറ്റ്. എസ്തെറ്റിക് ഡെവലപ്മെൻറ്റ്. ഇങ്ങനെ വേണം കളറിങ് അല്ലെങ്കിൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ലെസൺ പ്ലാൻ എഴുതേണ്ടത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതുവരെ കാണാത്ത ബാക്കി ഇതിൻ്റെ ലിങ്ക്, ലെസൺ പ്ലാനിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഓക്കെ, താങ്ക് യു.